അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചക്ക വരകായിട്ടാണ്. ഒരു നല്ലൊരു പഴുത്ത ചക്ക എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പഴം ചക്കയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല മധുരമാണ് കഴിക്കുക. അപ്പോൾ കുറച്ച് ശർക്കര ഇട്ടാൽ മതിയാവും. വരക് കഴിക്കണമെങ്കിൽ ശർക്കര കുറച്ചിട്ടെങ്കിൽ വരക് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ല മധുരമാവും, മധുരേറും. അപ്പോൾ ഒരു പഴം ചക്ക അത് ഞങ്ങൾ രണ്ടാളും കൂടി, ഞാനും എൻ്റെ കെട്ടിയനും കൂടിയിട്ടാണിത് ശരിയാക്കണത്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയുന്നില്ല, കുറേ പണിയെടുക്കണമല്ലോ, പിന്നെ വരകും വേണ്ടേ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണിത് ശരിയാക്കണത്. അതപ്പോൾ ചുളയൊക്കെ ഇരിഞ്ഞെടുക്കണത്. അപ്പോൾ അതിൻ്റെ ചുളകളൊക്കെ അങ്ങനെ ഇരിഞ്ഞെടുത്തൊന്ന് ശരിയാക്കി എടുക്കട്ടെ കേട്ടോ. ചക്കയൊക്കെ ഇരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിരിക്കണം. ഒരു ചക്ക കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്, കുറച്ച് കൂടുതൽ വേണം. പിന്നെ നല്ലോണം ഇവിടെ എല്ലാവർക്കും കഴിക്കണത് ഇഷ്ടമാണ്. ചക്ക വരകി കഴിഞ്ഞാൽ അത് കഴിക്കണത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുരുകളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. ഞാനിങ്ങനെ കുരു കളഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എല്ലാം കുരു കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിങ്ങനെ 5 അച്ച് ശർക്കര മാത്രമേ ഇടുന്നുള്ളൂ, കാരണം ചക്ക നല്ല മധുരമുണ്ട്. അപ്പോൾ വിരക് കഴിക്കണമെങ്കിൽ മധുരേറും. അപ്പോൾ ഞാനിത് കുറേശ്ശെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ്. പുഴുങ്ങിയെടുക്കണമൊന്നുമില്ല, വെറുതെ അടിച്ചാൽ മതി വിചാരിച്ചിട്ടാണ്. സൂക്ഷിച്ച് വെക്കാനൊന്നും അല്ല. അപ്പോൾ ഇതിങ്ങനെ മതി. പിന്നെ ഞാൻ ഈ ഉരുളിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഇത് കൂടുതൽ ഉണ്ടാവുകൊണ്ട് ഇനിയിപ്പോൾ ഇത് ഉരുളിയിൽ വരകി കിട്ടുമെന്നൊന്നും അറിയില്ല. എന്തായാലും ശർക്കര അവസാനം ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ എല്ലാതും ഇങ്ങനെ അടിച്ചെടുക്കുകയാണ്. ശരിക്കും ഇത്രയും ചക്കയ്ക്കൊന്നും ശർക്കര അത്ര പോരാ. അപ്പോൾ എന്തായാലും വിരക് കഴിക്കണമെങ്കിൽ അത് മതി വിചാരിച്ചിട്ടാണ്. ഇനി പലഹാരമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് വിരകി വെക്കുന്നത്. പലഹാരം ഉണ്ടാക്കുമ്പോൾ അപ്പം അതിനനുസരിച്ചിട്ട് മധുരം ചേർത്തി കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് മധുരം ഇടുന്നത്. കൂടുതൽ ശർക്കര, കറുത്ത ശർക്കര ഇട്ടുമ്പോഴുള്ളൂ നല്ല കറുത്ത കളറൊക്കെ വിരകി കിട്ടിയ വരും. എനിക്കിപ്പം ഇനി അത്ര മതി വിചാരിച്ചിട്ടാണ് ഞാൻ. അപ്പം ഇനി ഇതിങ്ങനെ വിരകി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ വിരകണത്. ഇനി നല്ലോണം കുറുകി വരുമ്പോൾ കുറേശ്ശെ നെയ്യ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ എന്തായാലും ഒരു മിൽമൻ്റെ നെയ്യ് ഓരോ ടീസ്പൂണ് അപ്പോഴപ്പോഴായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാമെന്നാണ് കരുതുന്നത്. അപ്പം ഇനി ഇതങ്ങോട്ട് വിരകി എടുക്കട്ടെ. ഇത് വിരകി എടുക്കണമെങ്കിൽ നല്ല മല്ല കേട്ടോ. ഇത് നല്ല ബുദ്ധിമുട്ടണം വിരകിയെടുക്കാൻ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ കൂടുതൽ സമയം അളക്കൊന്നും വേണ്ടെന്നേ എനിക്ക് തോന്നണം. ഏതായാലും അതൊക്കെ കേടി വരും എന്നുള്ളൊരു പേടി. വലിയ പാത്രങ്ങളൊക്കെ കുറേ സമയത്തിട്ട് ഇളക്കിയാൽ നോൺ സ്റ്റിക്കൊക്കെ പറഞ്ഞു പോരുമോ തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഏതായാലും എൻ്റെ അടുത്ത് ഉരുളി ഉണ്ട്. അപ്പം ഞാൻ ഉരുളി തന്നെ ചെയ്യണത്. നല്ലോണം തിളച്ച് വന്നിട്ട് നല്ലോണം പൊട്ടി തെറിക്കുന്നുണ്ട് കയ്യുമ്മ കൂടെയൊക്കെ. ആ ശർക്കരയും കൂടി ഒഴിച്ചാൽ ഉരുകിയിട്ടേ കയ്യൊക്കെ കുറച്ച് നല്ല വലിയ പാത്രമാവണം. ഇതിലേറെ വലിയ ഉരുളി വേണം ഇത്രയൊക്കെ വിരകിയെടുക്കണമെങ്കിൽ. ഇത് കുറച്ച് വിരകുകയാണെങ്കിൽ ഈ ഉരുളി പാകമാണ്. ഇത് കുറച്ച് ഒരു ചക്ക ഇല്ലേ, കുറച്ച് ഞങ്ങൾ കഴിക്കുകയും ചെയ്തു. ബാക്കിയുള്ള ഒരു ചക്കൻ്റെ ഫുള്ളായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്ര അധികം. ഏതായാലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും കരുതുന്നുണ്ട്. അപ്പം ഇനി വിരക് കഴിക്കുകയും വേണം. അപ്പോൾ നല്ല മധുരം. ഇത് ശർക്കര ഒന്നും ഒഴിക്കാതെ തന്നെയാണ് ആവും വെച്ച് നോക്കുമ്പോൾ നല്ല മധുര ചക്കക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒരു 5 അച്ചെങ്കിലും ഇട്ടിട്ടില്ലെങ്കിൽ പറ്റൂലല്ലോ. അപ്പം അങ്ങനെ ഇടുന്നത്. ഇനി ഇതിക്ക് ഏതായാലും നല്ലോണം അടിയിലും പിടിക്കുന്നുണ്ട്. പാനും മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിം, മീഡിയം ഫ്ലെയിം അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വിരകി എടുക്കാൻ പറ്റത്. എപ്പോഴാണ് അതാകുക വിചാരിച്ചിട്ടേ കൈ എടുക്കാതെ ഇളക്കണുണ്ട് ഞാൻ. നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും വിരകി ഇങ്ങനെ വെള്ളം വറ്റി തുടങ്ങുന്നുണ്ട്. കുറേ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വല്ലാതെ അങ്ങോട്ട് കൈമക്ക് പൊട്ടിത്തെറിക്കണില്ല. അപ്പം ഞാൻ ഈ ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ്. ഉരുക്കി വെച്ച ശർക്കര 5 അച്ചേ ഞാൻ അതിൽ ഇട്ടിട്ടുള്ളൂ. വിരക് തിന്നണമെങ്കിൽ കൂടുതൽ മധുരമാവും വിചാരിച്ചിട്ടാണ് ഞാൻ 5 അച്ച് ശർക്കര എടുത്തിട്ടുള്ളത്. പലഹാരത്തേക്ക് പിന്നെ വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം. ഏതായാലും വെള്ളം പിന്നെ കലക്കിയിട്ട് ഞാനും അതും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. ശർക്കര ഉരുക്കിയ പാത്രത്തിലെ വെള്ളം കൂടി അതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വല്ലാതെ കൈമക്ക് പൊട്ടിത്തെറിക്കണമൊന്നുമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് ഉപ്പിട്ടെങ്കിൽ അതൊക്കെ ആ മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നല്ല മധുരമുണ്ട് ചക്ക.
ഏകദേശമൊക്കെ കയ്യുമ്മൊക്കെ പൊട്ടിത്തെറിക്കണ പ്രായമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ കുറേ ഇങ്ങോട്ട് വറ്റി പോന്നിട്ടുണ്ട്. എന്നാലും നല്ലോണം അടി പിടിക്കണമുണ്ട്. ശരിക്ക് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കും വേണം. ഇനി ഇതിക്ക് കുറേശ്ശെ നെയ്യ് അപ്പിളിപ്പിളായിട്ട് ഇങ്ങനെ നെയ്യ് ഓരോ ടീസ്പൂണോ 2 ടീസ്പൂണോ ഒക്കെ ആയിട്ട് മിൽമ നെയ്യ് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ട്. ഓരോ ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ വല്ലാതെ അടി പിടിക്കണ സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. 1 ടീസ്പൂണ് നെയ്യ് ഞാൻ മിൽമ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കട്ടെ. നല്ലോണം കുറുകി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു 4-5 ടീസ്പൂൺ നെയ്യ് അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ വിരകിയെടുക്കുക. അല്ലെങ്കിൽ അടിയിൽ വല്ലാതെ പിടിക്കും. നോൺ സ്റ്റിക്ക് ഒന്നും അല്ലല്ലോ അത്. പണ്ടത്തെ കാലത്തെ നോൺ സ്റ്റിക്കാണ്. പക്ഷേ ഇത് ഇന്നിപ്പോൾ ഇതിലേറെ വലിയ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉണ്ട്. കടായി പോട്ടുകളും ബിരിയാണി പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വരകാണെങ്കിൽ ഇതിലേറെ സുഖമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിൻ്റെ പാത്രം കേടുവരുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഈ ഉരുളി തന്നെ എടുത്തത്. അപ്പോൾ ഇനി ഇതങ്ങോട്ട് കുറുകി കിട്ടണ വരെ ഒന്നാണ് ഇളക്കി കൊടുക്കട്ടെ. കുറേശ്ശെ കുറുകുമ്പോൾ ഇങ്ങനെ ഓരോ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ ശരിക്ക് വറ്റിയിട്ടുണ്ട്. അപ്പോൾ 8 ടീസ്പൂണും നെയ്യ് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ മിൽമൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുത്തു. കുറച്ച് തന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തുള്ളൂ. കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ പാകത്തിന് ഒഴിച്ചു കൊടുത്തു. എന്നാലും ഞാനത് ഇളക്കൽ നിർത്തിയിട്ടൊന്നുമില്ല. കുറച്ച് നേരം കൂടി ഇളക്കട്ടെ. ഇത് ശരിക്ക് കറുപ്പ് കുറയാനുള്ള കാരണം ശർക്കര ഞാൻ കുറച്ചല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വിറക് തിന്നുമ്പോൾ ശർക്കര മധുരം ഏറും വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം ശരിക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ചൊക്കെ ശരിയാക്കി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ കുട്ടിയൊക്കെ കുറേശ്ശെ തിന്നാൻ കൊടുക്കട്ടെ. ഇത് കൂടുതലൊന്നുമില്ല. ഞാൻ ഇതിലേറെ കൂടുതലുണ്ടാവും വിചാരിച്ചിരുന്നത്. ഈ പാത്രം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ആകെ തളർന്നത്. കയ്യുമ്മ കൂടെ ആകെ പൊട്ടിത്തെറിക്കുക. അതേപോലെ കൈയൊക്കെ വേദനിക്കുക. അത് നല്ലോണം ബുദ്ധിമുട്ടി ഞാനിത് ഇങ്ങനെ ആയി കിട്ടാൻ. കുറച്ച് വലിയ പാത്രം തന്നെ ആവേണ്ടിയിരുന്നത് ഇളക്കി യോജിപ്പിക്കാൻ. ഏതായാലും കുറേശ്ശെ എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കട്ടെ. ചക്ക വിറക് ബാക്കിയുള്ളത് ഞാൻ ചക്കപ്പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ്. കുറച്ച് വീഡിയോകളൊക്കെ വേണമല്ലോ. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടൊരു വീഡിയോ കിട്ടാതിരുന്നാൽ പറ്റൂലല്ലോ. അപ്പം ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.